നമ്മൾ ഇൻഡസ്ട്രിയൽ എക്കണോമിക്സിന്റെ 4th മോഡ്യൂളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് മെയിനായിട്ട് 4 സെക്ടറാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഹൗസ് ഹോൾഡ് സെക്ടർ, ബിസിനസ് സെക്ടർ, ഗവൺമെന്റ് സെക്ടർ, പിന്നെ ഫോറിൻ സെക്ടർ. അപ്പോൾ ഈ 4 സെക്ടറിലും വെച്ചിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്ടർ എന്ന് പറയുന്നത് ഫോറിൻ സെക്ടറാണ്. കാരണം വെച്ചാൽ ഫോറിൻ സെക്ടറിലാണ് എക്സ്പോർട്സും ഇമ്പോർട്ട്സും വരുന്നത്. ഇപ്പോൾ എക്സ്പോർട്സ് കൂടുന്തോറും നമ്മുടെ നാഷണൽ ഇൻകം കൂടും. അതുപോലെ അതായത് ഇമ്പോർട്ട്സ് കൂടുന്തോറും നമ്മുടെ നാഷണൽ ഇൻകം സബ്ട്രാക്ട് ചെയ്ത് പോകും, വാല്യൂ സബ്ട്രാക്ട് ചെയ്ത് പോകും. അപ്പോൾ അത് ഡൊമസ്റ്റിക് ഫ്ലോ ഓഫ് പ്രൊഡക്ഷനെയും ഇൻകത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഫോറിൻ സെക്ടർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി നമുക്ക് ഓരോ സെക്ടേഴ്സും നോക്കാം. ഫസ്റ്റ് സെക്ടർ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് സെക്ടർ ആണ്. ഹൗസ് ഹോൾഡ് സെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഹൗസ് ഹോൾഡ് ഉദ്ദേശിക്കുന്നത് പീപ്പിളിനെയാണ്, എല്ലാ പീപ്പിളിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള നീഡ്സും വാണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകളെയാണ് ഈ ഹൗസ് ഹോൾഡ് സെക്ടറിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത്. പിന്നെ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺസംഷൻ എക്സ്പെൻഡിച്ചേഴ്സ്. അതായത് അതായത് ഓരോ പ്രൊഡക്ട്സ് ഇവർ കൺസ്യൂം ചെയ്യുമല്ലോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സും ഇതിൽ ഈ സെക്ടറിൽ പെടും. ഇറ്റ് ഓൾസോ ഓൺസ് ഓൾ പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. എല്ലാ പ്രൊഡക്റ്റീവ് റിസോഴ്സസും ഈ സെക്ടറിൽ ഇൻക്ലൂഡ് ആവും. ഇനി അടുത്ത സെക്ടർ എന്ന് പറയുന്നത് ബിസിനസ് സെക്ടർ ആണ്. എന്താണ് ബിസിനസ് സെക്ടർ എന്ന് പറയുന്നത്? അതായത് കുറെ റിസോഴ്സസ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ബിസിനസ് സെക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഈ സെക്ടറിലാണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇറ്റ് ഓൾസോ ബൈസ് ക്യാപിറ്റൽ ഗുഡ്സ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സ്. അതായത് ഈ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ക്യാപിറ്റൽ ഗുഡ്സ് വേണം, അല്ലെ? എന്നാലാണ് നമുക്ക് റിസോഴ്സസ് വേണം. ആ റിസോഴ്സസിന്റെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സും ഈ ബിസിനസ് സെക്ടറാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്ടറാണ്. ഗവൺമെന്റ് സെക്ടറിന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോൾ കാണുന്ന ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സിനെ ഉദ്ദേശിക്കുന്നത്, അതിലുള്ള റൂളിംഗ് ബോഡീസിനെ. ഓക്കെ, അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെഗുലേഷൻ ആണ്. റെഗുലേഷൻ ഉദ്ദേശിക്കുന്നത് ലോസ് പാസ് ചെയ്യുക, ടാക്സ് കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കിയുള്ള സെക്ടേഴ്സിനെ ഫോഴ്സ് ചെയ്തിട്ട് അതായത് അവര് ചെയ്യാത്ത പണികളെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, അതായത് ബാക്കിയുള്ള സെക്ടേഴ്സ് അവരുടെ ഡ്യൂട്ടീസ് ഉണ്ടാവുമല്ലോ, ആ ഡ്യൂട്ടീസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് മെയിനായിട്ട് ഗവൺമെന്റ് സെക്ടറിന്റെ പണി എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ബൈസ് എ പോർഷൻ ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആസ് ഗവൺമെന്റ് പർച്ചേസസ്. അതെന്താ പറയണത് വെച്ചാല്, ഇപ്പോൾ ഈ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പബ്ലിക് സെക്ടറിലുള്ള എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റില് ഒരു ബയ്യർ ആയിട്ട് ആര് ആക്ട് ചെയ്യും? ഗവൺമെന്റ് ആക്ട് ചെയ്യും, ഈ ഗവൺമെന്റ് സെക്ടർ ആക്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഫോറിൻ സെക്ടർ ആണ്. അപ്പൊ എന്താണ് ഫോറിൻ സെക്ടർ എന്ന് പറയുന്നത്? ഫോറിൻ സെക്ടർ നമ്മൾ പറഞ്ഞു, അതായത് എന്താണ്, അതിൽ എക്സ്പോർട്സ് ഉണ്ടായിരിക്കും, ഇമ്പോർട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്യണം, ഗുഡ്സിന്റെ ഫ്ലോ മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് എന്ത് നടക്കത്തുള്ളൂ, അവിടെ എക്സ്പോർട്സും ഇമ്പോർട്ട്സും നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ ഫ്ലോ ഓഫ് പേയ്മെന്റ്സ് ഇൻ ടു ദ ഡൊമസ്റ്റിക് എക്കോണമി ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ ഫിസിക്കൽ ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ദ ഡൊമസ്റ്റിക് എക്കോണമി ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ ഈ 4 സെക്ടറും പെടും. കാരണം വെച്ചാൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ അവിടെ ഹൗസ് ഹോൾഡ് ഉണ്ടായിരിക്കും, ഗവൺമെന്റ് ഉണ്ടായിരിക്കും, അതുപോലെ ബിസിനസ് ഉണ്ടായിരിക്കും, എല്ലാ സെക്ടറും അവിടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ സെക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, പിന്നെ പറയുന്നത് വെച്ചാൽ എക്സ്പോർട്സ് ആർ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഡൊമസ്റ്റിക് എക്കോണമി ആൻഡ് പർച്ചേസ് ബൈ ദി ഫോറിൻ സെക്ടർ. അതായത് ഗുഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഡൊമസ്റ്റിക് എക്കോണമിയാണ്. അത് പർച്ചേസ് ചെയ്യുന്നത് ആരാണ്? ഈ ഫോറിൻ സെക്ടർ ആണ്. അപ്പൊ അതാണ് ഈ 4 സെക്ടറെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ.